ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് എല്ലാവർക്കും ആദരവോടുകൂടി സ്നേഹവന്ദനം. ഇന്ന് നവംബർ മാസം 4-ാം തീയതി 309-ാമത്തെ ദിവസത്തിലെത്തി. നാട് ഭരിക്കുന്ന രാജാവിൻ്റെയും രാജ്ഞിയുടെയും അഹന്ത കൊണ്ട് നാട്ടിലുണ്ടായ ദുരന്തമായിരുന്നു കഠിനമായ ആ വരൾച്ചയുടെ കാലം. ദൈവം വിചാരിക്കാതെ അവിടെ ഇനി മഴ പെയ്യുകയില്ല. പ്രവാചകനായ ഏലിയാവാണ് രാജാവായ ആഹാബിനെ ഈ വിവരം നേരിട്ട് അറിയിച്ചത്. എന്നിട്ട് പ്രവാചകൻ അരുവിയുടെ സമീപം ഒളിച്ച് താമസിക്കുകയാണ്. 1 രാജാക്കന്മാരുടെ പുസ്തകം 17-ാം അധ്യായം ഒന്ന് വായിക്കാവുന്നതാണ്. ദൈവത്തിൻ്റെ കൽപ്പന കേട്ട കാക്കകൾ അപ്പവും മാംസവും കൊണ്ടുവന്ന് പ്രവാചകന് കൊടുക്കുന്നു. അരുവിയിൽ നിന്ന് വെള്ളം കുടിക്കുന്നു. മഴ നിന്നതോടെ കുറെ നാളുകൾ കഴിഞ്ഞപ്പോൾ അരുവി വറ്റിത്തുടങ്ങി. സറേഫാത്തിലേക്ക് പോകുവാൻ ദൈവം അപ്പോൾ പ്രവാചകന് പുതിയ നിയോഗം നൽകുന്നു. അവിടെ അയാൾക്കായി ദൈവം ഒരു വിധവയുടെ കുടുംബം ഒരുക്കിയിട്ടുണ്ടത്രേ. ദൈവം ഒരു സാധാരണ മനുഷ്യനെ ഒരുക്കിയെടുത്ത് എത്ര വ്യത്യസ്തമായ വിധത്തിലാണ് ഉപയോഗിക്കുന്നത്. അനിശ്ചിതത്വത്തിൻ്റെ വഴികളാണ് അൺസർട്ടനിറ്റി. അതൊട്ട് അവസാനിക്കുന്നുമില്ല. ബ്രസീലിയൻ എഴുത്തുകാരനായ പൗലോ കൊയ്ലോ മിക്ക വായനക്കാർക്കും പരിചിതനാണ്. ആൽക്കമിസ്റ്റ് എന്ന പുസ്തകത്തിലൂടെ അദ്ദേഹത്തിൻ്റെ വളരെ മനോഹരമായൊരു പുസ്തകമുണ്ട്. 5th മൗണ്ടൻ എന്നാണ് ആ നോവലിൻ്റെ പേര്. ഏലിയാവിൻ്റെ കഥയാണ്. താല്പര്യമുള്ളവർക്ക് തീർച്ചയായിട്ടും അതിലേക്ക് പ്രവേശിക്കാവുന്നതാണ്. ഏലിയാവിനെ ഓർക്കാനായിട്ട് കാരണം, ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ അവകാശി ശരിക്കും ആരാണ്? ഉറവയും ഉറവിടവും എവിടെ നിന്നാണ്? അത് തൻ്റെ സൃഷ്ടാവായ ദൈവത്തിൽ നിന്നാണ്. അങ്ങനെയാണെങ്കിൽ ഓരോ മനുഷ്യൻ്റെയും ഉടമസ്ഥനാരാണ്? സാക്ഷാൽ ദൈവമാണ്. അപ്പം ദൈവത്തിന് ഹിതകരമായ വിധത്തിൽ ദൈവത്തിൻ്റെ പദ്ധതികൾക്ക് അനുസരിച്ച് ജീവിക്കുവാനായിട്ട് എന്തുമാത്രം ഉത്തരവാദിത്വമുള്ള ഒരു വിളിയാണ് ഈ മനുഷ്യ ജന്മം എന്ന് പറയുന്നത്. ഒരു മനുഷ്യൻ്റെയൊക്കെ ജീവിതത്തെ എടുത്ത് ദൈവം പമ്പരം പോലെ കറക്കി വിടുകയാണ്. എന്നാൽ അത്ഭുതകരമായിട്ട് ഏതെല്ലാം വഴികളിലൂടെ ഏതെല്ലാം വിധത്തിലാണ് പരിചരണവും കരുതലും കാവലും ദൈവം കൃത്യമായി പാലിക്കുന്നതും. അനിശ്ചിതത്വത്തിൻ്റെ അകത്താണ് നമ്മൾ ഓരോരുത്തരുടെയും ജീവിതമെങ്കിലും ആ സൃഷ്ടാവായ ഉടയവൻ്റെ പരിപാലന നിശ്ചയമായിട്ടുണ്ടാവും. ഏലിയാവിൻ്റെ നിയോഗ വഴികളുമൊക്കെ നമുക്ക് തരുന്ന ഒരു ഉറപ്പതാണ്. അതുകൊണ്ട് കുറച്ചുകൂടി പ്രത്യാശയോടും സ്നേഹത്തോടും കൂടി ഒരു ദൈവവിശ്വാസത്തിലേക്ക് പ്രവേശിക്കുവാനായിട്ട് ഈ നല്ല പുലരി നമ്മൾ ഓരോരുത്തരെയും കുറെ കൂടി സജ്ജരാക്കട്ടെ, പാകപ്പെടുത്തട്ടെ. പ്രാർത്ഥനയോടുകൂടി ആമേൻ.